ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 12 വരെയുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് നേരെ വരുന്ന അടുക്കളയിലേക്കാണ് കേട്ടോ. വന്നിട്ട് അടുപ്പിൻ്റെ നാലുപുറമൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അടുപ്പിൻ്റെ മുകളിൽ റിങ് ഉണ്ടാവുമല്ലോ, അത് ഞാൻ ഡെയിലി കഴുകാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് നേരെ തുടയ്ക്കാൻ വേണ്ടി പോയി. രാത്രി വീടിൻ്റെ എല്ലാ ഭാഗവും ഞാൻ അടിച്ചു വാരിയിട്ടു കേട്ടോ. രാവിലെ എണീറ്റ് വേഗം തുടച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിളക്ക് ദിവസം വയ്ക്കുകൊണ്ട് തുടയ്ക്കൽ കഴിഞ്ഞിട്ട് പിന്നെ വേഗം പോയി കുളിച്ചു കിട്ടും. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ട് ആദ്യം തന്നെ കുറച്ച് ചന്ദനം അരച്ചിട്ടു. നമ്മൾ ചന്ദന മുട്ടിയിൽ ചന്ദനം അരച്ചിടുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതാണെങ്കിൽ വൈകുന്നേരം വരെ അവിടെ ഉണ്ടാവും. പിന്നെ കുങ്കുമം കൂടി ഇട്ടിട്ട് പിന്നെ വിളക്ക് വയ്ക്കാൻ വേണ്ടി നിന്നു. ആദ്യം തന്നെ വിളക്ക് വയ്ക്കുന്നതിന് മുമ്പ് ഇന്നലെ വെച്ചിട്ടുള്ള വെള്ളവും പിന്നെ കുറേ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചു. നമ്മൾ ചന്ദനത്തിരിയുടെ പൊടിയൊക്കെ ഒരു ട്രെയിലേക്കാണ് കേട്ടോ വീഴുക. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ വിളക്കൊക്കെ കൊളുത്തി ചന്ദനത്തിരിയും ഒക്കെ കത്തിച്ച് വെച്ചിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് വെള്ളം ഒന്ന് മാറ്റി കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. വെള്ളം മാറ്റാൻ ഞാൻ മറക്കും എപ്പോഴും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് ചെയ്തു. പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അടുക്കളയിൽ എത്തിയിട്ട് അപ്പോഴൊക്കെ ഒരു 5:45 ആയിട്ടുണ്ടായിരുന്നു. പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ ചാറിയും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ എപ്പോഴും മഴ ഉണ്ടാവും കേട്ടോ. കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതാവും. അപ്പോൾ ഞാനിന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ചായയും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. എനിക്ക് മോൾക്കൊക്കെ തേങ്ങ ഇട്ട നൂൽപുട്ടാണ് ഇഷ്ടം. മോന് തേങ്ങ ഇടാത്ത വേറെ ഉണ്ടാക്കണം ഇനി. അപ്പോൾ അതായപ്പോൾ ഞാനത് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോഴേക്ക് ചായ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ആറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് മോൾ എണീറ്റ് കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ ആക്കി വെച്ചപ്പോൾ ഞാൻ പിന്നെ തൊഴുകാൻ വേണ്ടി പോയിട്ടോ. നമ്മുടെ തറവാട്ട് അമ്പലത്തിൽ തൊഴുത് വരുമ്പോൾ ഞാൻ കുറച്ച് പൂക്കൾ എടുത്തിട്ട് വന്നു. നമ്മുടെ വീട്ടിൽ ഒരുപാട് നീല ശംഖുപുഷ്പം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് വന്നു. പിന്നെ നൂൽപുട്ടിന് ചട്നിയാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ച് ചട്നിയൊക്കെ അരച്ചു. അപ്പോൾ ചട്നി നൂൽപുട്ടും ചായയൊക്കെ റെഡി ആയിട്ടുണ്ടോ. പിന്നെ മോള് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവൾ വേഗം പോയി ബസ് വന്നപ്പോൾ അപ്പോൾ ഞാൻ രാവിലെ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് മുടിയൊക്കെ കെട്ടാർത്തു കേട്ടോ. പുറത്ത് നല്ല മഴ ഉണ്ട്. അപ്പോൾ ഞാൻ മുറ്റടിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ മഴ കണ്ടപ്പോൾ പിന്നെ ഞാൻ മുറ്റടിക്കാതെ പോകുന്നു കേട്ടോ. പിന്നെ മോനെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നാമം ചെല്ലാമെന്ന് വിചാരിച്ചു കേട്ടോ. രാമായണം വായിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവരൊക്കെ എണീറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവർ ടി വി ഇടും. അങ്ങനെ ശബ്ദങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്റ്റർബൻസ് ആവുമല്ലോ. അപ്പോൾ ഞാൻ രാമായണം വായിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ വേഗം ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോഴേക്കും കുട്ടികളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ മോനെ വിട്ടിട്ട് കുറച്ച് ബിരിയാണിയുടെ അരിയും ഒരു പാക്കറ്റ് തൈരൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നെയ്ച്ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലത്തെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി വെച്ച് അവിടേക്ക് ഒന്ന് തുടച്ചിട്ടു. അപ്പോഴേക്കും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവർ ടി വി കാണുമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ഫിൽറ്ററിൽ വെള്ളം വരവ് കമ്മിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഏട്ടനോട് വിളിച്ച് പറയാൻ വേണ്ടി പറയുമായിരുന്നു. 2 ആഴ്ചയായിട്ടായിരുന്നു കേട്ടോ അവർ നേരേക്ക് പോയിട്ട്. അപ്പോഴേക്കും മഴ തുറന്നപ്പോൾ ഞാൻ അടുക്കളയുടെ ഭാഗം മാത്രം ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. നല്ല പോലെ കാറ്റ് വീശുന്നുണ്ട്. കാറ്റ് വീശി കഴിഞ്ഞാൽ പിന്നെ ഈ റബ്ബറിൻ്റെ ഇലയൊക്കെ വേഗം കൊഴി കിട്ടും. ഞാൻ കുറച്ചൊക്കെ ഒന്ന് അടിച്ചിട്ട് പിന്നെ അകത്തേക്ക് കയറി വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറാണെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആയോ ചോദിക്കട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ട ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. അതൊക്കെ ആയതിന് ശേഷം അത് കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാത്രത്തിൽ നിന്ന് എല്ലാതും ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ തൈരും ഒക്കെ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവറും സോയാബീനും വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണി അല്ല കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കോളിഫ്ലവറൊക്കെ എടുത്തിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കണം. അപ്പോഴേക്കും അമ്മ ഇടയ്ക്ക് വന്നിട്ട് വെള്ളം കുടിക്കുന്നു. അവരെന്തൊക്കെ കഴിക്കാനോ കൊണ്ടുപോകും. പിന്നെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കി. പക്ഷേ എനിക്കത് ശരിയായില്ല കേട്ടോ. ഞാൻ കുറച്ചൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് ശരിയാവുന്നില്ല. വെള്ളമില്ലാതെ ഇനിയിപ്പോൾ അവർ വന്നിട്ട് തന്നെ നേരെയാക്കണം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ നെയ്ച്ചോറൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് കുക്കറിൽ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ തീ കത്തിച്ചിട്ട് അടുപ്പിലാണ് കറി ഉണ്ടാക്കുന്നത്. കോളിഫ്ലവറും സോയാബീൻസും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുപ്പിൽ വെക്കുമ്പോൾ അത് നല്ലപോലെ വരണ്ട് കിട്ടുമല്ലോ. ആ ചൂട് കൊടുക്കും. അങ്ങനെ കുട്ടികൾക്ക് നല്ലപോലെ ഡ്രൈ ആയ കറിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനത് അടുപ്പിൽ തന്നെ വെച്ചു. അപ്പോഴേക്കും നമ്മളെ ചോറ് വന്നപ്പോൾ ഞാനത് പാത്രത്തേക്ക് ഒഴിച്ചിട്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഓരോരുത്തർ വന്ന് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആയോ പറഞ്ഞിട്ട്. അപ്പോൾ അതായി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടേക്കും തുടച്ചു. നല്ലപോലെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ. പിന്നെ കറിയും കൂടി സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിയുടെ അപ്പുറത്ത് നമ്മൾ ചുക്കുവെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. എപ്പോഴും ഉള്ളൊരു പരിപാടിയാണ്. ഓരോ പ്രാവശ്യം ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പോഴേക്കും അമ്മ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ കുറച്ച് മുതിരയും പിന്നെ കായൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പേരി കേട്ടോ. അപ്പോൾ ഞാൻ ചോറും പിന്നെ തൈരും
നെയ്ച്ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സോയാബീനും ഉപ്പേരി കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കൂടി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ